ഇറങ്ങി വന്ന് ഊതറ. അയ്യേ സാർ എന്തോ സാർ, എനിക്കങ്ങനെ വൃത്തിയുടെ ശീലമില്ല. എന്നാൽ ലവൻ ക്ഷമിക്കണം, എനിക്കങ്ങനെ ഊതി പരിചയമില്ല. പക്ഷെ ഞാൻ ഇതിനങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ട, ഇതിലേക്ക് ഊതിയാ മതി. എന്നാ സാറേ ഊതുന്നത്? നിന്റെ അമ്മായിയമ്മയുടെ പുകയില്ലാത്ത അടുപ്പിൽ പാല് കാച്ചാൻ വേണ്ടിട്ടാടാ ഊതാൻ പറഞ്ഞ്. ആലുവ അടുപ്പെന്ന സാറ് ഉദ്ദേശിച്ചത്? ഓ, പകയില്ലാത്ത അടുപ്പ്. പാതിരാത്രിയിൽ മൂക്കറ്റം കള്ളും മോന്തി വണ്ടി ഓടിച്ചും പോരാഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വന്ന പോലീസുകാരനെ ഒരുമാതിരി ആക്കുന്നോടാ. അതാണോ കാര്യം? അതൊക്കെ നേരത്തെ ചോദിച്ചാ പോരായിരുന്നു. എന്റെ പൊന്ന് സാറെ, ബിവറേജസ് കോർപ്പറേഷന് മുമ്പിൽ പോയി കഷ്ടപ്പെട്ട് ക്യൂ നിന്നാലേ സാധനം കിട്ടുന്നത്. എന്നാ കിട്ടിയ സാധനം വീട്ടിലിരുന്ന് സമാധാനം അടിക്കാന്ന് വിചാരിച്ചാൽ വീട്ടുകാരെ സമ്മതിക്കല. വല്ല പാടത്തോ വരമ്പത്തോ ഇരുന്ന് ഇതങ്ങ് കാലിയാക്കാന്ന് വിചാരിച്ചാൽ ദേണ്ട ഉടനെ സാറുമാരെ ടോർച്ച് അടിച്ചോണ്ടുള്ള വരവ്. ഇല്ലാത്ത കാശും കൊടുത്ത് ബാറിൽ നിന്നൊരു 3 അടിച്ച് പുറത്തോട്ടിറങ്ങിയാലോ? ദേ അടക്കുന്ന നട റോഡിലെ സാറന്മാരുടെ ഒരു ഊതിക്കും. സാറിന്റെ മോനെ സാറേ, സർക്കാരിന് വർഷാവർഷം ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നത് നമ്മളിപ്പോൾ കഴിച്ചിരിക്കുന്ന ഇതേ മദ്യം വിറ്റ ടാക്സിൽ നിന്നാണ്. ശരിക്കും? ഓഹോ, അങ്ങനെയാണല്ലേ? ഇതങ്ങനെയല്ലേ? നിന്ന് ചിലക്കാതെ സ്റ്റേഷനിലേക്ക് വണ്ടി എടുക്കടാ. എങ്ങനെ വണ്ടി എടുക്കാൻ? അങ്ങനെ സാറ് പറഞ്ഞല്ലടാ, പാവല്ലടാ, മുൻപൊരു തല കെട്ടി വണ്ടി ഒന്ന് ഇട്. സാറുമാരെല്ലാരും കൂടെ ഒന്ന് സഹായിക്കണം കേട്ടോ. അല്ല, ഞങ്ങള് രണ്ടുപേരും കൂടെ മാത്രം പൊക്കിയത് പൊങ്ങാല. സാറ് മോഡൽ 964 അല്ലാതെ ഇപ്പോഴത്തെ ഡ്യൂക്കിലി 916 അല്ല. മോനെ, നീ ആരാന്നടാ നിന്റെ വിചാരം? ഞാൻ ആരാന്നടാ എന്റെ വിചാരം? അടി. അപ്പൊ അതറിയില്ലേ? ഉറക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞ്. സാറ് ഇവനിങ്ങനെ എരം കെട്ടുപോയെങ്കിലും തറവാട്ടിലുള്ളവരൊക്കെ കൊമ്പത്തുള്ളവരാ. കൊള്ളാം. കൊമ്പത്തുള്ള ചേട്ടന്മാരുടെ പേരും പറഞ്ഞ് നീ ഇവിടെ മേയാൻ ഇറങ്ങിയിരിക്കല്ലേ? പോയില്ലേ? ഇന്നത്തേക്ക് ഒരു ദിവസം. നാളെ നേരം വെളുക്കുമ്പോ അവിടെ